കാർഗിലിൽ ഞാൻ കമാൻഡ് ചെയ്ത സമയത്ത് എൻ്റെ യൂണിറ്റിൻ്റെ മുഖ്യ ജോലി എന്ന് പറയുന്നത് അവിടുത്തെ ഡിപ്ലോയ് ആയിട്ടുള്ള ഫോർമേഷൻ, അതായത് സൈന്യത്തിന് വേണ്ടുന്ന യുദ്ധസാമഗ്രികൾ എത്തിക്കുക. അതിനകത്ത് ഒരു മേജർ ഭാഗം എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള വെടിക്കോപ്പ്, അതായത് ബോംബ്, ഗ്രനേഡ്, റൈഫിളിൻ്റെ വെടിയുണ്ടകൾ, ബോഫേഴ്സിൻ്റെ വെടിയുണ്ടകൾ, ഇതിനെയൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടത്തിന് അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഞങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് ഒരു മിസൈൽ ഫയർ ചെയ്തു, അതിൻ്റെ പോയി ലക്ഷ്യത്തിലെത്തിയില്ല, വഴിക്ക് വീണു എന്തെങ്കിലും കാരണം കൊണ്ട്. മിസൈൽ ഫയറായി, ഇനി അത് ആക്റ്റീവാണ്. അത് തുടരണമെങ്കിൽ ഒന്നിയിൽ എൻ്റെ ഒരു ഓഫീസർ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഫീസർ പോകണം. CO അലൗഡ് അല്ല, കമാൻഡിങ് ഓഫീസർ നോട്ട് അലൗഡ്, ഓഫീസർ പോകണം, ഒരു ടെക്നീഷ്യൻ കൂടെ പോകും. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് വന്ന് ഫയറായി ഇപ്പുറത്ത് വീണ് കിടക്കുന്ന ബോംബുണ്ട്, അവർ പീരങ്കിയിൽ നിന്ന് വന്ന് വീഴുന്ന ബോംബുകളുണ്ട്, അതും പൊട്ടാതെ വരും. ഇപ്പം നമ്മുടെ മനസ്സിൽ തോന്നും അതെങ്ങനെ പൊട്ടാതിരിക്കുന്നതെന്ന്. കാരണമുണ്ട്. ഈ വരുന്ന വെടിക്കോപ്പ്, അതായത് ബോംബ് വരുമ്പം ഈ എല്ലാ ബോംബിനും 2-3 സേഫ്റ്റി അതിനകത്തുണ്ട്. അതായത് ചുമ്മാതിരിക്കുമ്പം പൊട്ടാതിരിക്കാൻ വേണ്ടി 3 സേഫ്റ്റി സാധനങ്ങൾ അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആദ്യത്തേത് സാധാരണഗതിയിൽ മാറുന്നത് ഫയർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ ഫയർ ചെയ്യുമ്പം ഈ മുമ്പോട്ട് പോകുമ്പം ഇനേർഷ്യ കൊണ്ട് ഒരു സിസ്റ്റം മാറും, സെറ്റ് ബാക്ക് ഫോഴ്സ് എന്ന് പറയും. അപ്പം ഈ തള്ളിൻ്റെ ഇതുകൊണ്ട് ഒരു സേഫ്റ്റി മാറും. അപ്പം ഈ ബോംബ് ആംഡായി. പിന്നെ ഈ എയറിൽ, വായുവിലധികം പോകുമ്പോൾ ഇങ്ങനെ കറങ്ങിയാണ് പോകുന്നത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ ആടിപ്പോവും, അല്ലെങ്കിൽ ഫിൻ കാണും. അപ്പം ഇത് കറങ്ങുമ്പം ആക്ടിവേറ്റ് ആകുന്ന ഒരു സേഫ്റ്റി ഉണ്ട്, അത് മാറും. അപ്പോൾ ഈ 2 ആക്റ്റീവായാൽ ഇനി ചെന്ന് വീണാൽ മതി, അത് പൊട്ടും. വീഴുന്നതിന് അതിൻ്റെ മൂക്കിൻ്റെ അറ്റത്തൊരു ഫ്യൂസുണ്ട്. പല ടൈപ്പ് ഫ്യൂസുണ്ട്. ചില ഫ്യൂസ് ഇത്ര ഡിസ്റ്റൻസ് പോയി കഴിയുമ്പോൾ ഇത്ര ഹൈറ്റ് ആകുമ്പം പൊട്ടും, ഇത്ര സമയം കഴിയുമ്പം പൊട്ടും, അല്ലെങ്കിൽ ഗ്രേസ് ചെയ്യുമ്പം പൊട്ടും. പക്ഷെ മിക്കവാറും ഉള്ള ആർട്ടിലറി ബോംബ്സിൻ്റെ മൂക്കിൽ ഉള്ളത് പെർക്കഷൻ, അതായത് ഈ മൂക്ക് ഒന്ന് ഇടിക്കണം, അന്നേരം അത് ഡെറ്റനേറ്റ് പൊട്ടത്തുള്ളൂ. മൗണ്ടൻസിൽ ഒരു പ്രശ്നമുണ്ട്. ഈ വരുന്ന സാധനം നേരെ പോയി ഇടിക്കണമെന്നില്ല, ചിലപ്പം മൗണ്ടൻ്റെ ചരിവിലായിരിക്കും വന്ന് വീഴുന്നത്. അപ്പോൾ അതിങ്ങനെ ചരിഞ്ഞ് താഴോട്ട് വന്നിട്ട് ഇതിൻ്റെ മൂക്ക് എങ്ങും ഇടിക്കാതെ വരും. അന്നേരം ഈ 2 സേഫ്റ്റി പോയ ഒരു ബോംബാണ് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. ഇതെങ്ങനെ പൊട്ടാൻ പോവുകയാണോ ഇല്ല ആർക്കും അറിയാൻ വയ്യ. അന്നേരം ഇതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇത് വന്ന് വീണ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടും, ഗ്രിഡ് റെഫറൻസ് ഇത്ര ഗ്രിഡ് റെഫറൻസിൽ ഒരു ബോംബ് അല്ലെങ്കിൽ 2 ബോംബ് കിടപ്പുണ്ട്, ക്ലിയർ ചെയ്യണം. അപ്പം ആളെ അയക്കുന്നത് ഞാനാണ്. ആരെ അയക്കണം? 8 ഓഫീസേഴ്സ് ഉണ്ട്, 5 പേര് ഇത് ക്വാളിഫൈഡ്. ഈ 5 പേരിൽ ഒരാൾ പോകണം. എല്ലാവർക്കും ഭാര്യമാർ കാണും, അല്ലെങ്കിൽ ഒരാൾ കെട്ടാൻ പോയിരിക്കും, അല്ലെങ്കിൽ ഒരു അമ്മ കാണും, വയസ്സായ അപ്പം കാണും. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ഭാര്യ ഗർഭിണിയായിരിക്കും, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. പക്ഷെ എല്ലാവരും പോയല്ലോ ഒക്കത്തുള്ളൂ. അപ്പം ഞാനാണ് തീരുമാനിക്കുന്നത് ആരാ പോകേണ്ടത്. 2-3 പട്ടാളക്കാരെ കൂടെ പോകണം, അത് ഞാനാണ് പേര് ടിക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു ചാർട്ടുണ്ട്. അപ്പം ഒരു പ്രാവശ്യം എനിക്ക് തോന്നി, തുടക്കത്തിൽ തന്നെ എനിക്ക് തോന്നി, ഈ നോർമൽ ഇഷ്യൂസിൽ നിന്ന് ഞാൻ പോകത്തില്ല. എന്തെങ്കിലും മേജർ ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഒരു ക്രൈസിസ് ഉള്ള സമയത്താണെങ്കിൽ ഞാൻ മെസ്സേജ് ഇരിക്കും, ചോദിക്കും, ഓക്കെ നാളെ ഒരു ക്ലിയറൻസ് ഉണ്ടല്ലോ, ആരാ എൻ്റെ കൂടെ വരുന്നതെന്ന് ചോദിക്കും. ഇപ്പം ഓഫീസേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. എൻ്റെ കൂടെ എന്ന് പറയുമ്പം സാറ് ഞാൻ വരുന്നുണ്ട്, ആരാ എൻ്റെ കൂടെ വരുന്നത്? അപ്പം ആരെങ്കിലും ഒരാൾ വോളണ്ടറി, അല്ലെങ്കിൽ നീ വരുമോ എന്ന് ചോദിക്കും. ചോദിച്ചാൽ യെസ് എന്ന് പറയും. അങ്ങനെ ഞാൻ എപ്പോഴും കൂടെ പോകാം. എന്തെങ്കിലും ഈ ഡിഫിക്കൽട്ട്, അത് പ്രയാസമുള്ള ഒരു ഇഷ്യൂ ആണെങ്കിൽ ഞാൻ അവിടെ 100%. കാര്യം എനിക്കെപ്പോഴും മനസ്സിലുണ്ട്, ഞാൻ ഒരു ഓഫീസറെയോ 2 ജവാന്മാരെയോ ഡേഞ്ചറിലിട്ടാൽ ആ ഡേഞ്ചർ ഞാനും കൂടെ അതിൻ്റെ ഭാഗമായിരിക്കണം.
അത് കാര്യം നാളെ എനിക്കെൻ്റെ എൻ്റെ കണ്ണാടി എൻ്റെ മുഖത്ത് കാണുമ്പം എനിക്ക് കുറ്റബോധം തോന്നാൻ പാടില്ല. ഞാനൊന്നും ചെയ്യണ്ട, ഞാനവിടെ പോകത്തേ ഉള്ളൂ, പക്ഷെ ഞാനെപ്പോഴും എൻ്റെ അടുത്ത് കാണും. അപ്പം അങ്ങനെ ആണ് ചൂസ് ചെയ്ത ആൾക്കാരെ വിടുന്നത്. ഞാൻ അവിടെ ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ കാർഗിലിലെ ഒരു അമിനേഷൻ പോയിൻ്റ് പാകിസ്ഥാൻ ബോംബിട്ട് എല്ലാം തകർത്തായിരുന്നു. അപ്പം അതിനെ ക്ലിയർ ചെയ്യണം. ഒരു ദിവസം പോയ ഗ്രൂപ്പിൽ ഇതെടുത്തപ്പം പൊട്ടി, ആ എടുത്ത ആൾ മരിച്ചു. അതോടെ യൂണിറ്റിൽ മൗനമായി, മൂകതയായി. അപ്പം അതങ്ങനെ പോകാനൊക്കത്തില്ല. അപ്പം ഞാൻ ആ ചാർജ് എടുത്ത സമയമേ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഒരാഴ്ച നമുക്ക് പോവാണ്, അടുത്ത ആഴ്ച നമ്മൾ പോവാണ് അവിടെ ക്ലിയറൻസിന്. ആരൊക്കെ വരും? അപ്പം ഞാനാണ് പോകുന്നത്, ഞാനാണ് ലീഡ് ചെയ്യുന്നത്, ആരൊക്കെ വരും? അപ്പോഴത്തേക്ക് എല്ലാവരും നോക്കാൻ തുടങ്ങി. അപ്പം 2 പട്ടാളക്കാർ കൈപൊക്കി, സർ ഞാൻ വരാം. അപ്പോൾ ഓഫീസേഴ്സ് കൈപൊക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്കൊരു റോസ്റ്റർ ഇടാം, ഇത് 6 മാസം കൊണ്ട് നമ്മൾ തീരത്തില്ല, എല്ലാവർക്കും പോകണം, നിങ്ങൾ ഡിസൈഡ് ആരാ ആദ്യം, പിന്നെ 2, 3, പക്ഷേ ഞാൻ വരും, എല്ലാത്തിനും ഞാൻ വരും. ഇപ്പോഴൊക്കെ ആ റോഡ് നന്നായിട്ടുണ്ട്. നമ്മൾ നിമ്മുവിൽ നിന്ന് ഈ കാർഗിലിലേക്ക് വരുമ്പം ലേയിൽ നിന്ന് വരുന്ന വഴിയാണ്. ലാമയാരു എന്ന് പറയുന്ന പ്രസിദ്ധമായൊരു സ്ഥലമുണ്ട്. അവിടെ മൂൺ ലാൻഡ് എന്ന് നമ്മൾ ഗൂഗിൾ അടിച്ചാൽ കാണാം, മൂൺ ലാൻഡ് ലാമയൂരു. ഇത് പണ്ട് സമുദ്രത്തിൻ്റെ അടിയിലായിരുന്നാണ് വിശ്വാസം. കാര്യം ചുഴിയായിരുന്നു. അപ്പോൾ അവിടുത്തെ മണ്ണൊക്കെ പ്രത്യേകിച്ച് കാണാം. അപ്പം ഈ മലകളൊക്കെ പല പല നിറവാണ്, വെറും മണ്ണാണ്. ചിലയിടത്ത് പാറയാണെങ്കിൽ ചിലയിടത്ത് വെറും മണ്ണാണ്. അപ്പോൾ വരുമ്പോൾ ഇങ്ങനെ കയറി പിന്നെ ഒരു 16 ലൂപ്പാണ് ഈ ജിലേബി മോഡെന്നാണ് പറയുന്നത്. അപ്പോൾ വണ്ടി ഇതിനെ കാണാം നമുക്ക്. മേളിലത്തെ വണ്ടി ചിലപ്പോൾ വണ്ടി ഇങ്ങോട്ട് കാണും, ചിലപ്പോൾ ആ വണ്ടി അങ്ങോട്ടിരിക്കും. അപ്പോൾ ഈ ലൂപ്പ് കയറുന്നതാണ്. ഈ 16 ലൂപ്പ് കയറി മേലി ഇറങ്ങി അപ്പുറത്തിറങ്ങി ഇവിടെ വന്ന് നമ്മൾ ലാമയാരൂർ കഴിഞ്ഞ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബേസ് ഉണ്ട്, അവിടെ വന്ന് എല്ലാം പിക്കപ്പ് ചെയ്ത് പിന്നെ നമ്മൾ നാമിക്കല ക്രോസ് ചെയ്യണം. അത് ബുദ്ഖർബു എന്ന് പറയുന്നത്. അതും ഇതുപോലെ ഇപ്പം പട്ടാളമൊക്കെ വന്ന് അവിടെ ഒത്തിരി മരമൊക്കെ വെച്ച് പിടിപ്പിച്ചെങ്കിലും ഒരു ബ്രൗൺ ഡെസേർട്ടാണ്. എല്ലാം ഇങ്ങനെ പല പല നിറത്തിലുള്ള മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വെറും മണ്ണാണ് ആ മൗണ്ടൻസ്. ഹ്യൂജ്, അത് നമുക്ക് കണ്ണെത്താത്ത ദൂരത്തെ മൗണ്ടൻസാണ്. ചിലപ്പം പേടി വരും, ചിലപ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. സൂര്യൻ എങ്ങനെ വരുന്നോ അതിൻ്റെ പ്രതീതി വേറെ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കാർഗിലിൽ ചെന്നു. അവിടെ ഞങ്ങൾക്കൊരു ഓഫീസുണ്ട്, ഒരു സ്ഥലമുണ്ട്, അവിടെ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ടീം ഒരു വലിയ വണ്ടിക്കകത്ത് സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ അമിനേഷൻ പോയിൻ്റിൽ വന്നു. അപ്പം എനിക്കറിയാം എല്ലാവർക്കും പേടിയുണ്ടെന്ന്. എനിക്കും പേടിയുണ്ട്, ആർക്കും പേടിയില്ലാത്ത, ജീവനിൽ പേടിയില്ലാത്ത ആരുമില്ലല്ലോ. അപ്പം ക്ലിയറൻസിന് ചെയ്യേണ്ടത് ആദ്യമേ ഒരു പിറ്റ് ഉണ്ടാക്കും. ഒരു 4 അടി കുഴി താഴോട്ടും 3 അടി 3 അടി, അതായത് 4 അടി താഴോട്ട് 3 അടി 3 അടി, അങ്ങനെ ഒരു പിറ്റ് ഉണ്ടാക്കും. ഇതിൽ നമ്മൾ അടിയിൽ ഇങ്ങനെ ഈ കൊണ്ടുവരുന്ന റൗണ്ട്സ് വെച്ച് അതിൻ്റെ മേലിൽ നമ്മുടെ ഫ്യൂസ് വെച്ച് അതിൻ്റെ മേലിൽ TNT കെട്ടി അതിൽ പിന്നെ ഒരു ഡെറ്റനേറ്റർ വെച്ച് ഫ്യൂസ് വെച്ച് ദൂരെ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. പറഞ്ഞപ്പം വളരെ എളുപ്പമാണ്. പക്ഷേ ഈ ബോംബ് ഇവിടെ കൊണ്ടുവരണം. എടുക്കുമ്പം പൊട്ടാം, നടക്കുമ്പം പൊട്ടാം, വെക്കുമ്പം പൊട്ടാം, ഇതിനകത്ത് വെച്ച് പൊട്ടാം. അതാക്കി ഡാമ്പൻ അത് കവർ ചെയ്ത് കഴിഞ്ഞ് പൊട്ടിയാൽ വലിയ പ്രശ്നമില്ല. എല്ലാം ഈ ആദ്യമേ നമ്മൾ 4, 5, 6 കുഴി ഉണ്ടാക്കും, പിറ്റുണ്ടാക്കും, എന്നിട്ടേ ഉള്ളൂ കളക്ഷൻ. അപ്പോൾ ആദ്യമേ പിറ്റുണ്ടാക്കി ഇതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അതിന് ചുറ്റും വെക്കും. എന്നിട്ട് കളക്ഷൻ തുടങ്ങും. കളക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഡ്രില്ലുണ്ട്. നമ്മൾ ഇവിടുന്ന് പോയി അടുത്തുള്ള സാധനം കൊണ്ടുവരും. ഈ എല്ലാവർക്കും ഒരു ഏരിയ കൊടുക്കും. അവിടുന്ന് ഓരോരോ സാധനം പൊട്ടിയതാണെങ്കിൽ വേണ്ട, അതിനകത്ത് പൊട്ടാതെ കിടക്കുന്നതാണെങ്കിൽ ഡേഞ്ചർ, അതിനെ കൊണ്ടുവരണം. അത് എടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരാം, ഭാരമില്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരാം. പക്ഷെ ഞാനെപ്പോഴും പറഞ്ഞത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരണം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന പോലെ വലിയ അനക്കമില്ലാതെ കൊണ്ടുവരാം. സാധാരണ ഞങ്ങൾ തുടങ്ങുന്നത് തിങ്കളാഴ്ചയാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസമാണ് ക്ലിയറൻസ് ചെയ്യുന്നത്. പിന്നെ ബുധനാഴ്ച
ഉച്ച കഴിയുമ്പോൾ ഞാൻ തിരിച്ച് നിമ്മുവിന് പോകും. പിന്നെ എൻ്റെ ഓഫീസിലെ പണി ബുധൻ വൈകുന്നേരം ചെല്ലുമ്പോൾ പിന്നെ വ്യാഴം വെള്ളി ശനി ഫയലൊക്കെ ക്ലിയർ ചെയ്യും. ഞായറാഴ്ച കുറച്ച് നേരം ചെയ്യും. ലഞ്ച് കഴിയുമ്പോൾ ഇറങ്ങി വൈകുന്നേരം ആകുമ്പം ലേറ്റ് വൈകുന്നേരം ആകുമ്പോൾ കാർഗിലെത്തും. അതാണ് എൻ്റെ ഒരു സ്ഥിരം റൊട്ടീൻ. ആദ്യത്തെ റൗണ്ട് ഞാനായിരിക്കും എന്നും എടുക്കുന്നത്. ഇപ്പം അവരുടെ സാർ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ സിയോ ഐ വിൽ ഡിസൈഡ്. എന്നും രാവിലെ ഫസ്റ്റ് റൗണ്ട് എനിക്ക് ഏറ്റവും ജൂനിയർ മോസ്റ്റ് പട്ടാളക്കാരൻ അല്ലെങ്കിൽ ലേബറർ അവൻ ഏത് ഏരിയ കൊടുക്കുന്നോ അവൻ്റെ കൂടെ ഞാൻ പോയി ഒരു റൗണ്ട് ഞാൻ എടുത്ത് അവൻ്റെ കൂടെ നടന്നു വരും. എന്നിട്ട് ഈ പിച്ചിൻ്റെ മുമ്പിൽ കൊണ്ട് വെക്കും. എന്നിട്ട് എനിക്ക് ഇതുപോലൊരു കസേര ഉണ്ട്. ആ കസേര വിട്ടിട്ട് ഞാൻ അവിടെ ഇരുന്ന് പിന്നെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും. ഈ ഇരിക്കുന്ന 10-12 പേരാണ് കൊണ്ടുവരുന്നത്. 15 പേരായിരിക്കും. ഈ 15 പേരും എടുക്കുമ്പം പൊട്ടാം, ഇവിടെ കൊണ്ടുവെക്കുമ്പോഴും പൊട്ടാം. അപ്പം എല്ലാവരും വരുന്നത് ഞാൻ ഇരിക്കുന്നതോട്ടാണ്. ഞാനെപ്പോഴും പറയും, നിങ്ങൾ ഒരാൾ പോലും പോകുന്ന ഡേഞ്ചറിനേക്കാളും കൂടുതലായിരിക്കും നിങ്ങളുടെ സിഒ ഫേസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലാകണം. നിങ്ങൾ ഒരാളെങ്കിലും പോയാൽ ആ പോകുന്ന ആളുടെ കൂടെ ഞാൻ കാണും. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അടുത്ത 6 മാസം ഇത് തന്നെ പരിപാടി കൊണ്ടുവെക്കും, ആക്കും. പിന്നെ അതിന് മേലിൽ താഴെ ഇറങ്ങി ഒരാൾ നിൽക്കും, ഓരോ പതുക്കെ കൊടുക്കും. അത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലിൽ ഈ സാൻഡ് ബാഗ്സ് മണ്ണ് നിറച്ച ചാക്ക് വെച്ച് ഡാമ്പൻ ചെയ്ത് അത് ഫ്യൂസ് കെട്ടി അതിൻ്റെ മേലിൽ TNT വെച്ച് അതിന് മണ്ണിട്ട് മൂടി. പിന്നെ ഈ 6 എണ്ണം മൂടിക്കഴിയുമ്പം ഈ പണി ചെയ്യുന്ന എല്ലാവരും അവിടെ നിന്ന് മാറണം. പിന്നെ ഫ്യൂസ് കത്തിക്കുന്നത് ഓഫീസറാണ്. അവനാണ് ഇൻചാർജ്, അവനാണ് ഒപ്പിടുന്നത്. ഞാൻ കൂടുന്നേ ഉള്ളൂ, ഞാൻ തൊടാൻ പാടില്ലെന്ന അവൻ തന്നെ. അപ്പം ഈ ഫ്യൂസിന് നീളം കണക്ക് കൂട്ടുന്നത് എത്ര ദൂരം നമുക്ക് അപ്പം ഈ ഫ്യൂസിന് കത്തുന്ന റേറ്റ് ഉണ്ട്. ഒരു 2 ഫീറ്റ് 1 മിനിറ്റ് നിന്ന് 1 ഫീറ്റ് 2 മിനിറ്റ് 2 ഫീറ്റ് 1 മിനിറ്റിൽ നിന്നാണ്. അപ്പം നമുക്ക് നടന്ന് പോകണമെങ്കിൽ 5 മിനിറ്റ് പോകണമെങ്കിൽ നമുക്ക് 10 ഫീറ്റ് നമ്മൾ ഫ്യൂസിൻ്റെ ലെങ്ത് ഇടും. ഞാനെപ്പോഴും പറയും ഒരു 3 മിനിറ്റ് എക്സ്ട്രാ ഇടണം. വീഴാം, അങ്ങനത്തെ സ്ഥലമാണല്ലോ. ഓടാൻ പാടില്ല, ഓടിയാൽ വീഴും, പൊട്ടും. അപ്പം പ്രോട്ടോക്കോൾ വെച്ചിട്ട് നടക്കാനേ പാടുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ഒരു വാക്കിംഗ് സ്റ്റിക്കുണ്ട്, അപ്പം അവിടെ നിൽക്കും. അപ്പം ഓരോന്നും അവൻ ലൈറ്റ് ചെയ്ത് ഈ ഓഫീസർ ഒരു സാധനമുണ്ട്, അത് മാച്ച് ഫ്യൂസിന്, അത് പ്രത്യേക ഒരു മാച്ചസ് അത് വെച്ചാക്കി ഈ ഫ്യൂസിന് തീ കൊടുത്ത് 6 എണ്ണം ഞങ്ങൾ ഒരുമിച്ച് വർത്താനൊക്കെ ചിരിച്ചും കളിച്ചുമൊക്കെ നടന്നു വരും. എന്നിട്ട് വന്ന് ഒരു സ്ഥലമുണ്ട്, അവിടെ വന്നിരിക്കും. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഇത് ഓരോന്ന് പൊട്ടുമ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യണം. അതായത് ഇപ്പോൾ 6 എണ്ണം ഉണ്ടെങ്കിൽ 6 എക്സ്പ്ലോഷൻ കേൾക്കണം. അതിൻ്റെ അർത്ഥം 6 പൊട്ടി, കുഴപ്പമില്ല. 5 കേട്ടുള്ളൂ എങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണം പൊട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകാൻ അധികാരം ഈ കത്തിച്ച ആൾക്ക് മാത്രമേ ഉള്ളൂ. ഒരാൾക്കും പോകാനൊക്കത്തില്ല, അലൗഡല്ല. പക്ഷേ കാർഗിലിലെ മൗണ്ടൻസിൻ്റെ പ്രശ്നമുണ്ട്. ഈ ഒരു ഒച്ച കേൾക്കുമ്പം അതിൻ്റെ എക്കോ ഡും നടന്ന് കേൾക്കും. പിന്നെ ഡും 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 അവിടെ നോക്കി സമയം അടുത്ത അപ്പോഴത്തേക്ക് ഡും ഒന്ന് വന്നു കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഈ കൗണ്ട് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ വന്ന് കത്തിച്ചപ്പം എൻ്റെ ഓഫീസ് സാർ ആയി, ഞാൻ ആയില്ല, 5 ആയുള്ളൂ. ഇല്ല സാർ 6 ആയി. ഇല്ല, ഞാൻ പറഞ്ഞു 5 ആയുള്ളൂ. ഇല്ല സാർ 6 ആയി. അപ്പം കൂടെ നിൽക്കുന്നത് ഇല്ല സാർ 6 ആയി. ഞാൻ പറഞ്ഞു ഇല്ല 5 ആയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടാറെങ്കിൽ ആയിരിക്കാം. എന്തായാലും ആരും പോകുന്നില്ല, ഞാനും അവനും കൂടെ പോകാം, ഈ ഓഫീസറോടെ പോകാമെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സ് പറഞ്ഞു 5 ആയിട്ടുള്ളൂ.
അവൻ ഇല്ല സാർ 6 ആയി സാർ, ഞാൻ കൗണ്ട് ചെയ്തില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 10 മിനിറ്റ് വെയിറ്റ്. ഇല്ല സാർ 6 ആയി, നമുക്ക് പോകാമെന്ന്. ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് നടന്നു. ഇപ്പോൾ ഫസ്റ്റ് പിറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് വരുന്നത്. അപ്പോൾ ആ പിറ്റ് പോയെന്നറിയാം. ആ പിറ്റിൻ്റെ അടുത്തെത്താറപ്പോഴത്തേക്ക് ഈ ഒരു വിസിലടിക്കുന്ന പോലെ ശബ്ദം കേട്ടു. ഞാൻ ചൗ ജമ്പ്. ഞങ്ങൾ രണ്ടും കൂടെ ആ പിറ്റിനകത്തോട്ട് ചാടി. നാലാമത്തെ അഞ്ചാമത്തെ പിറ്റിൽ നിന്ന് പൊട്ടി. അയ്യോ, മണ്ണ് എന്തെല്ലാം തെറിച്ച് ദേഹത്തൊക്കെ വീണു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ എപ്പോഴും ഫുൾ ഇതെടുത്തിട്ട്. അപ്പോൾ ഇവരെല്ലാവർക്കും ഷുവറായിരുന്നു 6 ആയെന്ന്. അപ്പം എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് പിന്നെ കേൾവി കുറവുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു മേ ബി ഞാൻ കേട്ട് കാണത്തില്ല, അതായിരിക്കും വിചാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് മെയ് ആയി. അപ്പം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എല്ലാ ആഴ്ചയും 3 ദിവസം. ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഡൽഹിയിൽ സ്കൂൾ അടച്ചു, വെക്കേഷനായി. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ലേ കാണണമെന്ന് ആഗ്രഹം. ഞാൻ വരാൻ പറഞ്ഞു. വന്നു. അപ്പോൾ അവർ വന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച അവിടെ പോകണം. ഇവിടെ താമസിക്കാം 3 ദിവസം, ഞാൻ അത് കഴിഞ്ഞ് വരാം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വാ. അപ്പോൾ എൻ്റെ ഭാര്യ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് താമസിക്കാനല്ലോ, അത് അവിടെ ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുകയല്ലേ, നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞ് അവർ 3 പേര് എൻ്റെ കൂടെ വന്നു. അപ്പം വന്ന് കാർഗിലിലെ മെസ്സിൽ എനിക്കൊരു ഗസ്റ്റ് റൂം ഉണ്ടായിരുന്നു, ഞാൻ അവിടെ വന്നു. അപ്പോൾ അവിടുത്തെ സിയോട് വർത്താനൊക്കെ പറഞ്ഞു. അപ്പം ആ സിയോയ്ക്കറിയാം ഞാൻ ചെയ്യാൻ വന്ന പണി എന്താണെന്ന്, എൻ്റെ ഭാര്യയ്ക്കറിയാൻ വയ്യായിരുന്നു. അപ്പം ഞാൻ സിയോട് പറഞ്ഞു ഞാൻ പോവുക, എന്തെങ്കിലും പറ്റിയാൽ ടേക്ക് കെയർ. അപ്പോൾ അത് കൈ കാണിച്ചു. അപ്പം പകൽ ഈ ഡും ഡും ശബ്ദം കേൾക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഈ പുള്ളിക്കാരൻ സിയോ കണ്ടു. ഓ മാം, അത് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, ചുമ്മാ അത് എന്തോ ഒരു ക്ലിയർ ചെയ്യുക, യു ഗോ ഇൻസൈഡ്, അകത്ത് പോയിരിക്കാം. അപ്പം ഞാൻ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് എൻ്റെ മുറി വന്നു. അപ്പം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇവിടെ ഭയങ്കര കുലുക്കമാണല്ലോ, ഭയങ്കര ശബ്ദവും കുലുക്കവും, അങ്ങ് പിന്നെയും ഒത്തിരിയും ഇത് ബോംബാണോ, അവർ ബോംബിടുവാണോ? ഞാൻ പറഞ്ഞു ഓ ബോംബൊന്നുമല്ല, അത് ഞങ്ങൾ തന്നെ പൊട്ടിക്കുന്ന പടക്കമാണ്, കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം, കാണാൻ കൊണ്ടുപോയി. അപ്പം കാർഗിൽ ബ്രിഡ്ജ് കയറി ഇത് പൊട്ടിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു ഞാൻ നടക്കുന്നതിന് പുറകെ നടക്കാമത്ത്, വേറെ എങ്കിലും പോകാനൊക്കത്തെ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആ ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട് പോകാവുന്ന വഴി. കൊണ്ട് ഞാൻ ആ കുഴി കാണിച്ചു. അവർ കണ്ടിട്ട് അവർക്ക് പോലും വിശ്വസിക്കാൻ വയ്യ. 10-40 അടി കുഴിയാണ് താഴോട്ട്, ഈ ബോംബ് പൊട്ടി. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. എൻ്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞു. പറഞ്ഞില്ല എന്നോട്. ഞാൻ പറഞ്ഞിട്ടൊന്നും സാധിക്കാനൊന്നുമില്ലല്ലോ, ഞാൻ നിന്നോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും. അപ്പം എന്നോട് ചോദിച്ചു സിയോ ഇതിന് വരണോ? ഞാൻ പറഞ്ഞു നിയമപ്രകാരം ആവശ്യമില്ല, ഞാൻ വന്നില്ലെങ്കിൽ നടക്കും. പക്ഷേ ഈ കാണുന്ന നിയമത്തിനപ്പുറം കമാൻഡിങ്ങിന് വേറെ ഒരു പരിധിയുണ്ട്. അതായത് എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞാൽ രണ്ടാമത് തിരിച്ചൊന്ന് ചോദിക്കാതെ മരിക്കാൻ തയ്യാറാകുന്ന കുറച്ച് വ്യക്തികളാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അവർക്കറിയാം സിയോ സാബ് ഉണ്ടെങ്കിൽ ഒന്നും വരുത്തില്ല. വിശ്വാസം ഇതാണ്. ഈ പട്ടാളക്കാർ ഇങ്ങനെയാണ് നമ്മൾ കിടക്കുന്നത്. അന്ന് എൻ്റെ ഞങ്ങൾ ബുധനാഴ്ച തിരിച്ച് വന്നു. എൻ്റെ ഭാര്യ വിത്തിൻ 2 ഡേയ്സ് തിരിച്ച് ഡൽഹിക്ക് പോയി. അങ്ങനെയാണ് ഞങ്ങൾ കാർഗിലിൽ ക്ലിയറൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാൻ ഉള്ള 29 മാസത്തിൽ എനിക്ക് തോന്നുന്നൊരു 20 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഓർത്ത് നോക്കിക്കോണം, 20 മാസം എല്ലാ ആഴ്ചയും 3 ദിവസം. അവരെല്ലാം മാറും. എനിക്കിപ്പോൾ പോകാതിരിക്കും. എൻ്റെ മാത്രം നിശ്ചയമാണ്, എൻ്റെ മാത്രം ഡിസിഷനാണ്. ഞാൻ എൻ്റെ പട്ടാളക്കാരെ ഡേഞ്ചർ വിടുകയാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ കാണും. അതുകൊണ്ട് ലീവിന് പോകുന്ന ഓരോ പട്ടാളക്കാരനും എല്ലാം ഡോക്യുമെൻ്റൊക്കെ സൈൻ ചെയ്ത് വന്നിട്ട് എൻ്റെ ഓഫീസിൽ വന്ന്, മിക്കവാറും പേര് ലീവിന് വന്ന് വെള്ളിയാഴ്ചയാണ്, ഇപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച കിട്ടും, വന്ന് എൻ്റെ ഓഫീസിൽ വന്ന് എനിക്ക് കെട്ടിപ്പിടിച്ച് എന്നോട് യാത്ര പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. തിരിച്ചു വരുമ്പം ഓരോ പട്ടാളക്കാരനും വരുമ്പം അവർ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട്, സർ എൻ്റെ അമ്മ ഉണ്ടാക്കിയത് സാറിന് വേണ്ടി, സർ എൻ്റെ ഭാര്യ ഉണ്ടാക്കിയത് സർ, എന്തിനാ അവർ വീട്ടിലുണ്ടാക്കിയത്, വീട്ടിലുണ്ടാക്കിയ ലഡ്ഡു, വീട്ടിലുണ്ടാക്കിയ മോത്തിച്ചൂർ, വീട്ടിലുണ്ടാക്കിയ ചുരി, വീട്ടിലുണ്ടാക്കിയ അവലേസ് പൊടി, അങ്ങനത്തെ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർ
ഇങ്ങനെ നമ്മുടെ ആൾക്കാർ അലുവയെ കൊണ്ടുതരും. വളരെ കുറച്ച്, നമ്മുടെ നാട്ടിലെ കേരളക്കാർ വളരെ കുറച്ചേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ, മിക്കവാറും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ കാര്യം അവർക്ക് ഞാനൊരു അവരെയൊക്കെ വീട്ടിൻ്റെ ഒരു ഭാഗമായി മാറി ഞാൻ. കാര്യം സാധാരണ ആരും ചെയ്യാത്തില്ല. ഞാൻ ആരെ ഡേഞ്ചർ ഡ്യൂട്ടിക്ക് വിട്ടാലും എവിടെയെങ്കിലും അടുത്ത് ഞാൻ കാണും. ഏപ്രിൽ 8, 2005 എൻ്റെ ട്രാൻസ്ഫറായ ദിവസമാണ്. അന്ന് എൻ്റെ സെൻഡ് ഓഫ് ആയിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ ഫ്ലൈറ്റ് വീണു. ഞാൻ ഉറക്കിയില്ലാരും. എന്നെ എൻ്റെ യൂണിറ്റിൽ ആൾക്കാർ സാധാരണ CO സാറിന് മുമ്പിൽ സല്യൂട്ട് വെച്ച് ഷേക്കാണ്ട് പോകും. എന്നെ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ എന്നെ ഓരോരുത്തരും തോളയിലിരുത്തി യൂണിറ്റിൽ ഇങ്ങനെ കൊണ്ട് നടന്നു. ഓരോരുത്തരും. ഞാൻ അവസാനം പറഞ്ഞു, എനിക്ക് വയ്യ, നടുവേദന എടുക്കുന്നത്. പ്രശ്നമല്ല സാർ, എന്നെ ഓരോരുത്തരും ആണും പെണ്ണും മാറി മാറി തോളെ വെച്ച് കൊണ്ട് നടന്ന്. പിറ്റേന്ന് രാവിലെ ഞാൻ എയർപോർട്ടിൽ പോകാൻ നേരത്ത് കെട്ടിപ്പിടിച്ച് കരയാത്ത ഒറ്റ വ്യക്തി എൻ്റെ വീട്ടിൽ. അത്രയ്ക്ക് ഞങ്ങൾ ഒന്നായി. ഒരുപക്ഷെ ഇനിയൊരു ജീവനുണ്ടെങ്കിൽ അതുപോലൊരു കമാൻഡിന് മാത്രമാണ് ഞാൻ ജനിക്കുന്നത്. എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ജീവിതത്തിൽ കിട്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് 8 ഏപ്രിൽ 2005 കിട്ടിയത്. ഇപ്പം ഞാൻ വണ്ടിക്ക് പുറത്തിറങ്ങി എൻ്റെ AK-47 ലോഡ് ചെയ്തു, നോക്ക് ചെയ്തു. എന്നും സംഭവിക്കാമല്ലോ, ഇനിയിപ്പം അങ്ങനത്തെ ഒരു ഏരിയയിലാണ് നമ്മൾ. അപ്പോൾ ആദ്യമേ കണ്ട അവിടുത്തെ ലോക്കൽ മനുഷ്യനെ ഞാൻ പിടിച്ചു, വഴി ചോദിച്ചു. അദ്ദേഹം ആദ്യമേ പറഞ്ഞു എനിക്ക് വഴി അറിയാൻ വയ്യാന്ന്. ഞാൻ എൻ്റേതായ രീതിയിൽ അദ്ദേഹത്തെ നിർബന്ധിച്ചു. അദ്ദേഹം മുമ്പിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പോകാൻ തയ്യാറെടുത്തു. ഞാൻ പുറകിൽ വന്ന് എൻ്റെ ഗാർഡിനോട് പറഞ്ഞു, ഒരു കാരണവശാലും ജീവനോടെ എൻ്റെ ഭാര്യയോ മക്കളോ ടെററിസ്റ്റിൻ്റെ കയ്യിൽ അകപ്പെടരുത്.